പ്രാക്ടിക്കൽ മെത്തേഡ്സ് ഈ സെഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിമ്മട്രിക് ഫങ്ഷൻസിനെ സിഗ്മ ഫങ്ഷൻസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്ത് എഴുതിയിരുന്നു. അതിനുള്ള മറ്റൊരു മെത്തേഡാണ്. We have the typical term x1 raised to alpha 1, x2 raised to alpha 2, etc. into xm raised to alpha m. ഈ ടിപ്പിക്കൽ ടേമിൽ ഈ 1 to m ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം അതിൽ 1 to m നമ്മൾ എല്ലാ പോസിബിൾ അറേഞ്ച്മെൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടിപ്പിക്കൽ ടേമിൻ്റെ ഫോമിലുള്ള ഒരുപാട് ടേംസ് കിട്ടും. അതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ടേംസ് മാത്രം എടുക്കുക, അവയുടെ സമ്മ് കാണും. ദാറ്റ് ഈസ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് ഓഫ് x1 raised to alpha 1, x2 raised to alpha 2, etc. xm raised to alpha m ആണ്. That is sum of all terms that are obtained from the typical term. It is obtained by substituting for 1, 2, 3, etc. m all possible arrangements of m numbers taken out of n numbers. And if among the exponents ഈ എക്സ്പോണൻസിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് among the exponents alpha 1, alpha 2, etc. alpha m no two are equal. അപ്പോൾ അങ്ങനെയുള്ള ഈ സമ്മേഷൻ ഈ ടിപ്പിക്കൽ ടേമിൻ്റെ ഫോമിലുള്ള എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ടേംസിൻ്റെയും സമ്മ് അതാണ് എസ് ഓഫ് x1 raised to alpha 1, x2 raised to alpha 2 into etc. xm raised to alpha m. ഇതിനെ പറയുന്ന പേര് എസ് ഫങ്ഷൻ എന്നാണ്. എസ് ഫങ്ഷൻ. ഇനി ഇതിന് നമ്മൾ ജനറൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എസ് എം എന്ന് പറഞ്ഞാൽ സിഗ്മ x1 raised to m ആണ്. അതായത് x1 raised to m പ്ലസ് x2 raised to m പ്ലസ് എക്സെട്ര xn raised to m. എത്ര ടേം ഉണ്ടോ അത്രയും ടേം അതിൻ്റെ സമ്മ്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S1 എന്ന് പറഞ്ഞാൽ സിഗ്മ x1 raised to 1, അതായത് സിഗ്മ x1 നമ്മുടെ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xm എന്ന് പറയുന്ന അല്ലെങ്കിൽ xn എത്ര ടേം ഉണ്ടോ 4 ടേം ആണെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര x4 ഇതാണ് S1, അതായത് സം ഓഫ് ടേംസ് ഈച്ച് ടേംസ്. ദെൻ S2 എന്ന് പറഞ്ഞാൽ സിഗ്മ x1 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഇതിനെയാണ് നമ്മൾ ദാറ്റ് ഈസ് x1 സ്ക്വയർ. സമ്മേഷൻ ഓഫ് ദ ടേംസ് x1 സ്ക്വയർ എന്നുള്ള ടേംസിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ടേംസിൻ്റെ എല്ലാം സമ്മ്. ദാറ്റ് ഈസ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xm സ്ക്വയർ. ഇങ്ങനെയുള്ള S3 എന്ന് പറഞ്ഞാൽ സിഗ്മ x1 ക്യൂബ് എക്സെട്ര. സോ ജനറലി SM മീൻസ് സിഗ്മ x1 റൈസ് ടു m. ഇനി ഇതിന് കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്. സിഗ്മ x1നെ അതായത് നമ്മുടെ S1നെ നമ്മൾ -p എന്ന് ഡിനോട്ട് ചെയ്യും. സ്മാൾ ലെറ്റർ p -p. ഇനി സിഗ്മ x1 x2നെ ദാറ്റ് ഈസ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടേംസ് ടേക്കൺ 2 at a ടൈം, രണ്ടെണ്ണം വീതമുള്ള പ്രോഡക്റ്റുകളുടെ സമ്മേഷൻ, അതിനെ സ്മാൾ q എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി മൂന്നെണ്ണത്തിന് സിഗ്മ x1 x2 x3 അതിനെ -r ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആണ് ഉപയോഗിക്കുന്നത്. സിഗ്മ x1 x2 x3 x4 ഈക്വൽ ടു സ്മാൾ s. സമ്മേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ S ആണ്, ഇവിടെ ഉപയോഗിക്കുന്നത് സ്മാൾ s. അല്ലെങ്കിൽ ഇതിനെ ചില ടൈമിൽ -p1 അതുപോലെ പ്ലസ് p2 ദെൻ -p3 p4 അങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്. പിയുടെ ടേമിൽ ഫസ്റ്റ് ഒരു ടേം വീതമുള്ള സമ്മിനെ -p1 എന്ന് ഡിനോട്ട് ചെയ്യും. ദെൻ p2 -p3 p4 ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആണ്. ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് എടുക്കാൻ കാരണം നമുക്കിപ്പോൾ ഈ x1 x2 എക്സെട്ര xm അത് റൂട്ട്സ് ആയിട്ട് പരിഗണിച്ചാൽ ഇത് സം ഓഫ് റൂട്ട്സാണ് വരിക. ഇത് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ടേക്കൺ 2 at a ടൈം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ജനറലി -1 all raised to n an/a0 ആണ്. അപ്പോൾ അതിൽ ഈ ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് വരും. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ
മൈനസ് പി ക്യൂ മൈനസ് ആർ എസ് എക്സെട്ര അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ ടേമിനും ഉണ്ട്, നമ്മളിപ്പോൾ 4 വരെ എഴുതിയിട്ടുള്ളൂ എന്ന് മാത്രം. ഇനി ഈ പി ക്യു ആർ എസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ S2 S3 ജനറലി SM അതിൻ്റെ ഓരോന്നിൻ്റെ ഇക്വേഷൻസ് ഓരോ പ്രോബ്ലത്തിനും ഡിറൈവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് x1 S2 എന്ന് നോക്കാം. S1 നമ്മൾ എഴുതി മൈനസ് പി ആണ്. S2 എന്ന് പറഞ്ഞാൽ സിഗ്മ x1 സ്ക്വയർ, അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ദാറ്റ് ഈസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് എന്ത് എഴുതാം, SX1 സ്ക്വയർ എന്നും എഴുതാം. ദാറ്റ് ഈസ് S2. അപ്പോൾ നമ്മളിപ്പോൾ 2 ടേം ഉണ്ടെങ്കിൽ x1 x2 2 വേരിയബിളാണ് നമ്മൾ. x1 സ്ക്വയർ എന്ന് പറയുമ്പോൾ സിഗ്മ x1 സ്ക്വയർ അല്ലെങ്കിൽ S2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, 2 ടേം ഉണ്ടാകുമ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ആണ് അല്ലേ. ഇതിനെ നമുക്ക്, അതായത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് എഴുതാം. x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ മൈനസ് 2x1 x2. അപ്പോൾ x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് സിഗ്മ x1 ആണ് അല്ലേ, ഈ ബ്രാക്കറ്റുള്ളത് സം ഓഫ് ആണ്, സം ഓഫ് ടേംസ് മൈനസ് 2 ഇത് സിഗ്മ x1 x2 ആണ്. സോ ഇതിനെ നമുക്ക്, ഇത് സിഗ്മ x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈനസ് പി ആണ്. അപ്പോൾ മൈനസ് പി ഹോൾ സ്ക്വയർ മൈനസ് 2 ഇത് നമ്മുടെ ക്യൂ ആണ് അല്ലേ, ക്യൂ ആണ്. സോ അതിന് 2q എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി സ്ക്വയർ മൈനസ് 2q. അപ്പോൾ S2ൻ്റെ നൊട്ടേഷൻ ഇതാണ്, പി സ്ക്വയർ മൈനസ് 2q. ഇത് 2 ടേം 2 എടുത്തിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിലും 3 ആയാലും 4 ആയാലും ഇത് ശരിയാണ്, പി സ്ക്വയർ മൈനസ് 2q. പിയും ക്യൂവും കറസ്പോണ്ടിങ് സമ്മ് വരും എന്ന് മാത്രം. ഇനി മറ്റൊരു ടേമാണ് നമ്മൾ എഴുതുന്നത് സിഗ്മ x1 സ്ക്വയർ x2. അതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് S1 S2 മൈനസ് S3 ആണ്. ദാറ്റ് ഈസ് S1 S2 മൈനസ് S3. ഇപ്പോൾ S1 എത്രയാണോ വരുന്നത്, S2 എത്രയാണോ വരുന്നത്, S3 എത്രയാണോ വരുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ S1ഉം S2നും നമ്മൾ നൊട്ടേഷൻ കണ്ടിട്ടുണ്ട്. S3 ഒന്ന് കണ്ടു നോക്കാം. S3 എന്ന് പറഞ്ഞാൽ സിഗ്മ x1 ക്യൂബാണ്, ക്യൂബുകളുടെ സമ്മാണ്. ദാറ്റ് ഈക്വൽ ടു മൈനസ് പി ക്യൂബ്, ക്യൂബിൻ്റെ സമ്മ് കാണാനുള്ളത്, അതായത് a പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കത് കിട്ടും. മൈനസ് പി ക്യൂബ് പ്ലസ് 3p ക്യൂബ് മൈനസ് 3r. ഇതാണ് S3 കാണാനുള്ള ഇക്വേഷൻ. ഇങ്ങനെ ഓരോന്നും കാണുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. S4 അതായത് 4th പവറിൻ്റെ x1 റേസ് ടു 4 അങ്ങനെയുള്ള ടേമുകളുടെ സമ്മാണ്, ഡിസ്റ്റിങ്ക്റ്റ് ടേമുകളുടെ. അത് നമുക്ക് a പ്ലസ് ബി പ്ലസ് സി ഹോൾ റേസ് ടു 4 മൈനസ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓഡ് പവർ വരുമ്പോൾ പിക്ക് മൈനസ് തന്നെ വരും, കാരണം അതൊരു മൈനസ് പിയുടെ പവറാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇക്വേഷനും ജനറലി S1 S2 എക്സെട്ര x3 ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള ടേംസിന് ഇതുപയോഗിച്ച് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. F ഈക്വൽ ടു x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ഇൻറ്റു x1 പ്ലസ് x3 മൈനസ് x2 മൈനസ് x4 ഇൻറ്റു x1 പ്ലസ് x4 മൈനസ് x2 മൈനസ് x3 അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സമ്മേഷൻ സിഗ്മ ഫംഗ്ഷൻ്റെ ഫോമിൽ PQRS ഒക്കെ വെച്ച് എഴുതണം. അപ്പോൾ അത് എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ്റെ സിഗ്മ നൊട്ടേഷനിലെ റെപ്രസെൻറ്റേഷൻ അറിയണം. സിഗ്മ നൊട്ടേഷനിലെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടിപ്പിക്കൽ ടേം എടുക്കും, x1 റേസ് ടു ആൽഫ 1 x2 റേസ് ടു ആൽഫ 2 എക്സെട്ര xm റേസ് ടു ആൽഫ m, എത്ര വേരിയബിൾ ആണോ ഉള്ളത് ഡയമെൻഷനൊക്കെ അനുസരിച്ച്. എന്നിട്ട് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര ആൽഫ എമ്മിൻ്റെ പോസിബിലിറ്റി കാണും. അതുപയോഗിച്ചിട്ട് നമ്മളൊരു ടേബിൾ വരച്ചിരുന്നു, പോസിബിലിറ്റീസ് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എന്നൊക്കെ പറഞ്ഞു. ദെൻ ഓരോ പോസിബിലിറ്റിയുള്ള ടേം എഴുതും. എന്നിട്ട് അതിൻ്റെ സമ്മേഷനാണ്, ലീനിയർ കോമ്പിനേഷനാണ് സിമെട്രിക് ഫംഗ്ഷൻ. എല്ലാ സിമെട്രിക് ഫംഗ്ഷനെയും
സിഗ്മ ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. അതിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്ത് കോഎഫിഷ്യൻസ് ഒക്കെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എ ബി സി ഡിയുടെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സിഗ്മ നൊട്ടേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സിഗ്മ നൊട്ടേഷൻ തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഈ എഫിൻ്റെ സിഗ്മ നൊട്ടേഷൻ സിഗ്മ x1 ക്യൂബ് മൈനസ് സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് 2x സിഗ്മ x1 x2 x3 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് PQRSൻ്റെ ഫോമിൽ ആക്കി മാറ്റണം. ഇതിനെ ഈ സമ്മേഷൻ മാറ്റിയിട്ട്. അപ്പോൾ നമുക്കറിയാം സിഗ്മ x1 എന്ന് പറഞ്ഞാൽ -p ആണ്. സിഗ്മ x1 x2 എന്ന് പറഞ്ഞാൽ q ആണ്. 3 വേരിയബിളാണ് ഇവിടെ ഉള്ളത്. സിഗ്മ x1 x2 x3 എന്ന് പറഞ്ഞാൽ -r ആണ്. ഇനി 4 വേരിയബിൾ ഉണ്ട്. സിഗ്മ x1 x2 x3 x4 എന്ന് പറഞ്ഞാൽ s ആണ്. ഇത്ര അറിയാം. അതുപോലെ സിഗ്മ x1 സ്ക്വയർ x2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. s1 s2 മൈനസ് s3 ആണ്. s1 s2 മൈനസ് s3. സോ s1 എന്ന് പറയുന്നതാണ് ഈ -p അല്ലേ, s1. അപ്പോൾ s1 എന്ന് പറഞ്ഞാൽ -p ആണ്. s2 എന്ന് പറഞ്ഞാൽ p സ്ക്വയർ മൈനസ് 2q ആണ്. നമുക്കറിയാം, നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. s3 എന്ന് പറഞ്ഞാൽ -p ക്യൂബ് പ്ലസ് 3pq മൈനസ് 3r. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്കിവിടെ ഏതൊക്കെ വേണ്ട? സിഗ്മ x1 ക്യൂബ് വേണം, അതായത് s3 വേണം അല്ലേ. ഇനി സിഗ്മ x1 സ്ക്വയർ x2 വേണം. സിഗ്മ x1 സ്ക്വയർ x2 കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ സിഗ്മ x1 x2 s3 വേണം, അതായത് -r ആണ്. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം കാണണം. സിഗ്മ x1 സ്ക്വയർ s2 എന്ന് പറഞ്ഞാൽ s1 s2 മൈനസ് s3. അപ്പോൾ അത് കാണാൻ സിഗ്മ x1 സ്ക്വയർ x2 ഈക്വൽ ടു s1 s2 മൈനസ് s3. s1 എന്ന് പറഞ്ഞാൽ -p, s2 എന്ന് പറഞ്ഞാൽ p സ്ക്വയർ മൈനസ് 2q മൈനസ് s3 എന്ന് പറഞ്ഞാൽ -p ക്യൂബ് പ്ലസ് 3pq മൈനസ് 3r. ദെൻ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. -p ക്യൂബ് പ്ലസ് 2pq plus p cube minus 3pq plus 3r. So by simplifying we get minus pq plus 3r എന്ന് കിട്ടും. then f substitute ചെയ്യുക. f എന്ന് പറഞ്ഞാൽ സിഗ്മ x1 ക്യൂബ് മൈനസ് സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് 2 സിഗ്മ x1 x2 x3. that is minus p cube plus 3pq minus 3r. സിഗ്മ x1 ക്യൂബിൻ്റെ എക്സ്പാൻഷൻ മൈനസ്, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് -pq ഇതിൻ്റെ പ്ലസ് 3r പ്ലസ് 2 ഇൻറ്റു ഇത് -r ആണ്. സോ വി ഗെറ്റ് -p ക്യൂബ് പ്ലസ് 3pq മൈനസ് 3r പ്ലസ് pq minus 3r minus 2r. that's equal to minus p cube plus 4pq minus 8r. ഇതാണ് f എന്ന് പറയുന്ന ഫങ്ഷൻ്റെ നൊട്ടേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ. ലെറ്റ് ഒമേഗ ബി ആൻ ഇമാജിനറി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഒമേഗ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. 1 ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതിൽ ഒമേഗ. ആൻഡ് എഫ് ഈക്വൽ ടു x1 പ്ലസ് ഒമേഗ x2 പ്ലസ് ഒമേഗ സ്ക്വയർ x3 ഇൻറ്റു x1 പ്ലസ് ഒമേഗ സ്ക്വയർ x2 പ്ലസ് ഒമേഗ x3. ദാറ്റ്സ് ഈക്വൽ ടു അതിൻ്റെ സിഗ്മ റൊട്ടേഷൻ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. സിഗ്മ x1 സ്ക്വയർ മൈനസ് സിഗ്മ x1 x2 ആണ്. ഇത് തന്നിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. സോ ഇവിടെ ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്, ഇമാജിനറി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. ദെൻ വി ഹാവ് സിഗ്മ x1 എന്ന് പറയുന്നത് -p ആണ്. സിഗ്മ x1 x2 എന്ന് പറയുന്നത് q ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ടേമും കൂടെ വേണം, സിഗ്മ x1 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു s2 ആണ്. ഇക്വേഷൻ നമുക്കറിയാം, p സ്ക്വയർ മൈനസ് 2q. അപ്പോൾ എഫ് എന്ന് പറയുന്നത് സിഗ്മ x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ p സ്ക്വയർ മൈനസ് 2q മൈനസ് q. ദറ്റ് ഈസ് p സ്ക്വയർ മൈനസ് 3q. ഇതാണ് ഈ
function notation. Then next we have another one, f equal to x1 plus omega x2 plus omega square x3 whole cube plus x1 plus omega square x2 plus omega x3 whole cube. Then adinte sigma notation 2 sigma x1 cube minus 3 sigma x1 square x2 plus 12 x1 x2 x3. Substitute ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ x1 മൈനസ് പി, സിഗ്മ x1 x2 ക്യൂബ്, സിഗ്മ x1 സ്ക്വയർ x2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ് മൈനസ് പി ക്യൂ പ്ലസ് 3r ആണ്. സിഗ്മ x1 ക്യൂബിന് മൈനസ് പി ക്യൂബ് പ്ലസ് 3pq മൈനസ് 3r. അതുപോലെ സിഗ്മ x1 x2 x3 ദാറ്റ് ഈസ് മൈനസ് r. ദെൻ എഫ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇൻറ്റു മൈനസ് പി ക്യൂബ് പ്ലസ് 3pq മൈനസ് 3r മൈനസ് 3 ഇൻറ്റു മൈനസ് പി ക്യൂ പ്ലസ് 3r പ്ലസ് 12 ഇൻറ്റു മൈനസ് r that's equal to minus 2p cube plus 6pq minus 6r plus 3pq minus 9r minus 12r that's equal to minus 2p cube. Simplify ചെയ്താൽ 9pq വരും, 9pq minus 27r. So that is the answer. നെക്സ്റ്റ് പ്രോബ്ലം ഇത് ഉപയോഗിച്ച് മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. എഫ് തന്നിട്ടുണ്ട് x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ഹോൾ സ്ക്വയർ പ്ലസ് x1 പ്ലസ് x3 മൈനസ് x2 മൈനസ് x4 ഹോൾ സ്ക്വയർ പ്ലസ് x1 പ്ലസ് x4 മൈനസ് x2 മൈനസ് x3 ഹോൾ സ്ക്വയർ. അതിൻ്റെ സിഗ്മ നൊട്ടേഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് ഒന്നുകിൽ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിഗ്മയിലുള്ള നൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരത്തെ പോലെ പി ക്യു ആർ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മറ്റൊരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു ടേം കൺസിഡർ ചെയ്യാം. അതായത് ടിപ്പിക്കൽ ടേം സാധാരണ നമ്മൾ x1 x2 x1 റൈസ് ടു ആൽഫ 1 x2 റൈസ് ടു ആൽഫ 2 അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇവിടെ പി ക്യു ആർ എസിൻ്റെ ഫോമിലാണ് ടിപ്പിക്കൽ ഫോം കൺസിഡർ ചെയ്യുന്നത്. പി റൈസ് ടു ആൽഫ, q raised to beta, r raised to gamma and s raised to delta. അല്ലെങ്കിൽ p raised to alpha 1 q raised to alpha 2 അങ്ങനെ ആണെങ്കിലും നമുക്ക് എഴുതാം. ഏതായാലും പി ക്യു ആർ എസിൻ്റെ പവേഴ്സ് ആയിട്ടാണ് 4 വേരിയബിൾ ആണുള്ളത്. അതുകൊണ്ടാണ് പി ക്യു ആർ എസ് വരെ x1 x2 x3 x4 വരെയാണ്. ഇനി ഇതിൻ്റെ നൊട്ടേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിൽ പി എന്താണെന്ന് നമുക്കറിയാം. സിഗ്മ x1 എന്ന് പറഞ്ഞാൽ മൈനസ് പി ആണ്, സിഗ്മ x1 x2 ആണ് ക്യൂ. അങ്ങനെ ആ നൊട്ടേഷൻസ് നമുക്കറിയാം. ഇവിടെ എഫ് ഒരു ഹോമോജീനസ് പോളിനോമിയലാണ്. അതായത് ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ എഫിലെ ഓരോ ടേമും എഫിൻ്റെ ബ്രാക്കറ്റൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഓരോ ടേമിൻ്റെയും ഡിഗ്രി സെയിം ആയിരിക്കും. 2 ആണ് ഓരോ ടേമിൻ്റെയും ഡിഗ്രി വരിക. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് അങ്ങനെ വരും. പിന്നെ 2 x1 x2 രണ്ടെണ്ണം വീതമുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ടേംസ് ഉണ്ടാവും. അതായത് a പ്ലസ് ബി പ്ലസ് സി ഓൾ റൈസ് ടു 4ൻ്റെ എക്സ്പാൻഷനാണ്. a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് വരിക. അപ്പോൾ ഓരോ ടേമിൻ്റെയും പവർ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഹോമോജീനസ് ഡിഗ്രി ഇക്വേഷൻ ഓഫ് ഡയമെൻഷൻ 2 ആണ് എഫ്. ഇനി അതുകൊണ്ട് തന്നെ ഹോമോജീനസിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഹോമോജീനസ് ഓഫ് ഡിഗ്രി n എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് കെ എക്സ് കെ വൈ എന്നുള്ളതിനെ കെ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റിയാൽ അതിന് നമ്മൾ ഹോമോജീനസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി n അല്ലെങ്കിൽ ഡയമെൻഷൻ n എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഈ x1 x2 x3 x4ന് പകരം നമ്മൾ കെ x1 കെ x2 കെ x3 കെ x4 എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ആ ഓരോ ടേമിലും ഒരു കെ വരും. സ്ക്വയർ എടുക്കുമ്പോൾ ഓരോ ബ്രാക്കറ്റിൽ നിന്നും ഓരോ കെ സ്ക്വയർ വരും അല്ലേ. അപ്പോൾ കെ സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ആദ്യമുള്ളായിരുന്ന എഫ് എന്താണോ അത് കിട്ടും. അപ്പോൾ എഫ് എന്നുള്ളത് എന്തായി മാറും? കെ സ്ക്വയർ എഫ് ആയിട്ട് മാറും.
അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ഡയമെൻഷൻ 2 തന്നെയാണത്. സോ വി റീപ്ലേസ് ലൈക്ക് ദിസ്. അപ്പോൾ x1 x2 എക്സെട്ര x4നെ ഇങ്ങനെ റീപ്ലേസ് ചെയ്താൽ പി ക്യു ആർ എസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് കെ പി, അതായത് പി എന്ന് പറഞ്ഞാൽ സിഗ്മ x1 ആണ്. അപ്പോൾ x1ന് പകരം സിഗ്മ കെ x1 ആവും, അതായത് കെ ഇൻറ്റു സിഗ്മ x1. ഇനി അടുത്തത് ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ x1 x2 ആണ്. അപ്പോൾ സിഗ്മ x1ന് പകരം കെ x1, x2ന് പകരം കെ x2. അപ്പോൾ ഒരു കെ സ്ക്വയർ സിഗ്മ x1 x2 വരും. അപ്പോൾ ക്യൂ എന്തായിട്ട് മാറും? കെ സ്ക്വയർ ക്യൂ ആയിട്ട് മാറും. അതുപോലെ ആറ് കെ ക്യൂബ് ആറായിട്ട് മാറും. എസ് എന്ന് പറയുന്നത് കെ റൈസ് ടു 4 എസ് ആയി മാറും. അപ്പോൾ ഇത് ഇങ്ങനെ റീപ്ലേസ് ചെയ്യും. കെ പി, കെ സ്ക്വയർ ക്യൂ, കെ ക്യൂബ് ആറ്, കെ റൈസ് ടു 4 എസ്, പി ക്യു ആർ എസ് അങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടും. സോ ഈ ടേം എന്തായിട്ട് മാറും? ഇതാണ് നമ്മുടെ ടേം. ഈ ടേം അതായത് പി റൈസ് ടു ആൽഫ, ക്യൂ റൈസ് ടു ബീറ്റ, ആർ റൈസ് ടു ഗാമ, എസ് റൈസ് ടു ഡെൽറ്റ ഈക്വൽ ടു പിക്ക് പകരം കെ പി ആവുന്ന പറഞ്ഞു. കെ പി റൈസ് ടു ആൽഫ, ക്യൂ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ ക്യൂ റൈസ് ടു ബീറ്റ, ദെൻ കെ ക്യൂബ് ആർ റൈസ് ടു ഗാമ ഇൻറ്റു കെ റൈസ് ടു 4 എസ് ഓൾ റൈസ് ടു ഡെൽറ്റ. സോ കെയുടെ പവേഴ്സ് ആദ്യത്തെ നിന്ന് ഒരു ആൽഫ വരും, പ്ലസ് 2 ബീറ്റ പ്ലസ് 3 ഗാമ പ്ലസ് 4 ഡെൽറ്റ. ബാക്കിയുള്ള ടേം പി റൈസ് ടു ആൽഫ, ക്യൂ റൈസ് ടു ബീറ്റ, ആർ റൈസ് ടു ഗാമ, എസ് റൈസ് ടു ഡെൽറ്റ. ഇങ്ങനെയുള്ള ഒരു ടേം കിട്ടും. വേർ ദിസ് ആൽഫ പ്ലസ് ഈ പവർ ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 3 ഗാമ പ്ലസ് 4 ഡെൽറ്റ ഈക്വൽ ടു ഇതെത്ര വരും? ഇത് എന്ത് വരും? കെ സ്ക്വയർ വരും. കാരണം കെ സ്ക്വയർ ഇൻറ്റു ഡയമെൻഷൻ 2 ആണെന്ന് പറഞ്ഞു ഹോമോജീനിയസ് ഇക്വേഷൻ, അത് 2 വരും. ഇനി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഇതെന്ത് വരും? അത് നമ്മൾ ഇക്വേഷനാണ് നോക്കുന്നത്. കാരണം ഇക്വേഷനിൽ ഓരോ ടേമിൻ്റെയും മാക്സിമം പവർ 2 വരാം എന്നാണ് പറഞ്ഞു. അപ്പോൾ അത് മാക്സിമം 2 വരാം, അല്ലെങ്കിൽ 1 ആവാം, ചില ടേമുകൾ ആബ്സെൻ്റ് ആവാം. സോ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. എങ്ങനെ ആയാലും നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ, അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള ഈ മെത്തേഡിൽ, നമ്മളിപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡിൽ ഈ രണ്ട് ഇക്വേഷൻ എന്തായാലും ഉണ്ടാവും. 4 വേരിയബിൾ ആണെങ്കിൽ, വേരിയബിൾ കൂടുമ്പോൾ ഇനി ഡെൽറ്റ കഴിഞ്ഞിട്ട് വേറെ ഒന്നുകൂടെ ഉണ്ടാവും 5. ഇപ്പോൾ നമ്മൾ തീറ്റയാണ് ഉപയോഗിക്കുന്നത്, 4 ഡെൽറ്റ പ്ലസ് 5 തീറ്റ എന്ന് പറഞ്ഞ ഒരു ടേം കൂടെ ഉണ്ടാവും. ഇതാണ് ലെഫ്റ്റ് സൈഡ്. രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇത് രണ്ടും വരും, അതായത് ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 3 ഗാമ പ്ലസ് 4 ഡെൽറ്റ പ്ലസ് 5 തീറ്റ പ്ലസ് എക്സെട്ര അങ്ങനെ വേരിയബിളിനനുസരിച്ച് ഈക്വൽ ടു ഇത് മാറും. ഇത് എത്രയാണോ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഓരോ പ്രോബ്ലത്തിലും ഡയമെൻഷൻ അത് വരും. അതുപോലെ ഈ റൈറ്റ് സൈഡിലുള്ളത് മാറും, പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ ഇത് തന്നെ ആയിരിക്കും ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും. ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഇത് തന്നെ ആയിരിക്കും. ഇനി ഈ ചോയ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽഫ ബീറ്റ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റയുടെ ചോയ്സ് എഴുതുകയാണ്. അപ്പോൾ ചോയ്സ് എഴുതുമ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എഴുതണം. അപ്പോൾ ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 3 ഗാമ പ്ലസ് 4 ഡെൽറ്റ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വാല്യൂസ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റയുടെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, നെഗറ്റീവ് നമ്പർ വരില്ല. അപ്പോൾ ഈ ഗാമയും ഡെൽറ്റയും എല്ലായ്പ്പോഴും 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ? അപ്പോൾ ഗാമ 1 ആണെങ്കിൽ തന്നെ ഇതിലേതെങ്കിലും ഒന്ന് ഗാമയോ ഡെൽറ്റയോ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ തന്നെ സമ്മ് ചെയ്യുമ്പോൾ എന്ത് വരും? 2നേക്കാൾ കൂടുതലായി പോകും. അപ്പോൾ 3 ഗാമ ആൽഫ 0 ആണ്, ബീറ്റ 0 ആണ്, ഗാമ 1 ആണ്, ഡെൽറ്റയും 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 3 ഈക്വൽ ടു 2 എന്നാണ് കിട്ടുക. അത് പോസിബിൾ അല്ല. അപ്പോൾ ഗാമയും ഡെൽറ്റയും 0 ആയിരിക്കും എല്ലായ്പ്പോഴും. ഇനി ആൽഫ ബീറ്റയ്ക്ക് വെച്ച് ചോയ്സ് വെച്ചിട്ട് ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആൽഫ പ്ലസ് 2 ബീറ്റ 2 ആവണമെങ്കിൽ ഒന്നുകിൽ ആൽഫ 2 ആവണം, അപ്പോൾ ബീറ്റ 0 ആയേ പറ്റൂ. ഓക്കെ. ഇനി ആൽഫ 1 ആയാലോ? ആൽഫ 1 ആയാൽ
ആൽഫ ഈക്വൽ ടു 1. അപ്പോൾ 1 പ്ലസ് ബീറ്റ 0 ആണെങ്കിൽ 0, പിന്നെ ബാക്കി രണ്ടെണ്ണം 0 ആണ്. അപ്പോൾ 1 വരുള്ളൂ. 1 ഈക്വൽ ടു 2 അല്ല. അപ്പോൾ ആൽഫ 1 ആവാൻ പറ്റില്ല. പിന്നെ ആൽഫ 2 ആവണ പോസിബിലിറ്റി നമ്മൾ എഴുതി. ഇനി ആൽഫ 0 ആയാൽ അപ്പോൾ ബീറ്റ എന്താവണം? 1 ആവണം. അപ്പോൾ ഇങ്ങനെ രണ്ട് പോസിബിലിറ്റിയെ നമുക്ക് കിട്ടും. അപ്പോഴാണ് ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഈ രണ്ട് പോസിബിലിറ്റി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടേംസ്, ഇപ്പോൾ കറസ്പോണ്ടിങ് ടേംസ് എന്ന് പറയുമ്പോൾ ആൽഫേൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇങ്ങനെയല്ലേ, പി റേസ് ടു ആൽഫ, ക്യൂ റേസ് ടു ബീറ്റ, ആർ റേസ് ടു ഗാമ, എസ് റേസ് ടു ഡെൽറ്റ. അപ്പോൾ പി സ്ക്വയർ വരാം അല്ലേ? പി സ്ക്വയർ ആൽഫയുടെ വാല്യൂ 2 ആകുമ്പോൾ ആദ്യത്തേന്നും പി സ്ക്വയറും. അപ്പോൾ അതിൻ്റെ കോഫിഷ്യൻ്റ് നമുക്ക് എത്രയെന്ന് അറിയില്ല. സോ അതിന് നമ്മൾ എ എന്ന് പറയുന്ന, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു. എ പി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ടേം വരാം. എ മേ ബി 1 ആവാം, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി അടുത്ത ടേം ഏതാ? അടുത്ത ചോയ്സ് ബീറ്റ 1, ബാക്കിയൊക്കെ 0. ദാറ്റ് ഈസ് ക്യൂ എന്ന് പറയുന്ന ടേം വരാം. അപ്പോൾ ജനറലി ബി ക്യൂ എന്ന് കൊടുത്തു. അപ്പോൾ എ പി സ്ക്വയർ പ്ലസ് ബി ക്യൂ, ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്ത്? നമ്മുടെ എഫ്. സോ എഫ് ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് ബി ക്യൂ. കഴിഞ്ഞ ആ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെ അവിടെ ഇപ്പോൾ എയും ബിയും പി സ്ക്വയറും എന്നല്ല, അവിടെ സമ്മേഷൻ്റെ ഫോമിലായിരുന്നു എന്ന് മാത്രം. അവിടെ നമ്മളൊരു സ്മാൾ എയും സ്മാൾ ബിയും ഒക്കെ ചേർത്തിരുന്നു. എന്നിട്ട് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. ഇവിടെ അതന്നെ എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. x1, x2, x3, x4. x1ന് 1 കൊടുത്തു, ബാക്കിയെല്ലാം 0. x2, x3, x4 ഈക്വൽ ടു 0. ദെൻ നമുക്ക് എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു, എഫിൻ്റെ ഇക്വേഷൻ നമുക്കുണ്ട്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 1 ആണ്, ബാക്കിയൊക്കെ 0. അപ്പോൾ ഇവിടെ ഒരു 1 വരും, ഇവിടുന്ന് ഒരു 1, ഇവിടുന്ന് ഒരു 1, 3 വരും. എഫ് ഈക്വൽ ടു 3 എന്ന് വരും. 3. പി ഈക്വൽ ടു, പി എന്ന് പറഞ്ഞാൽ സിഗ്മ x1 ആണ് അല്ലേ? സിഗ്മ x1 ഈക്വൽ ടു മൈനസ് പി ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ മൈനസ് സിഗ്മ x1. അപ്പോൾ അതിൽ x1 മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. x1 1 ആണ്. അപ്പോൾ ഇത് 1 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1. സോ പി ഈക്വൽ ടു എന്ത് വരും? -1 എന്ന് വരും. മൈനസ് പി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പി ഈക്വൽ ടു -1. ഇനി ക്യൂ ഈക്വൽ ടു, ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ x1 x2 ആണ്. x1 x2 അതായത് രണ്ടെണ്ണം വീതമുള്ള പ്രോഡക്റ്റിൻ്റെ സമ്മ്. അപ്പോൾ അതിൽ x1 മാത്രമേ നോൺ സീറോ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ x1 എന്ന് പറയുന്ന ഒരു ടേം വരില്ലല്ലോ. അപ്പോൾ എല്ലാ ടേമും എന്തായി പോവും? 0 ആയിട്ട് പോവും. കാരണം x2, x3, x4 ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ടേമിലുണ്ടാവും. എല്ലാ ടേമിലും ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം 0 ആണ്. അപ്പോൾ ക്യൂ എന്താവും? 0. അപ്പോൾ ഈ കേസിൽ എഫ് ഈക്വൽ ടു 3, പി ഈക്വൽ ടു -1, ക്യൂ ഈക്വൽ ടു 0. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് 3 ഈക്വൽ ടു എ ഇൻറ്റു പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ പ്ലസ് ക്യൂ ബി ഇൻറ്റു 0. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി അടുത്തതിൽ പുട്ട് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു 1, x3യും x4ഉം അത് 0. ദെൻ എഫ് ഈക്വൽ ടു 4 എന്നാണ് ഈ കേസിൽ കിട്ടുക. കാരണം ഓരോ ബ്രാക്കറ്റിൽ നിന്നും നമുക്കൊരു 1 + 1 അല്ലെങ്കിൽ ചിലതിൽ 1 - 1 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ഇവിടെ നോക്കാം ക്വസ്റ്റ്യനിൽ x1ഉം x2ഉം 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ ആ 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഈ ബ്രാക്കറ്റ് ഇവിടെയും അത് ക്യാൻസൽ ചെയ്ത് പോകും. 1 - 1 ആണ്, ബാക്കിയൊക്കെ 0. അപ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. ദെൻ അതിനൊരു ഹോൾ സ്ക്വയർ ഉണ്ടാവും, അപ്പോൾ 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു 4. ഇനി പി ഈക്വൽ ടു സമ്മേഷനാണ്. അപ്പോൾ ഈ 1 + 1 വരുള്ളൂ. മൈനസ് പി ഈക്വൽ ടു 2, പി ഈക്വൽ ടു -2. ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ x1 x2 ആണ്, രണ്ടെണ്ണം വീതമുള്ള പ്രോഡക്റ്റിൻ്റെ സമ്മ്. അപ്പോൾ അതിൽ x1 x2 വരുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. x1 x2 വരുന്ന ടേം മാത്രം 1 × 1 വരും. ബാക്കിയുള്ളതിൽ x3 വന്നാലും x4 വരുന്ന ടേമൊക്കെ 0 ആയിട്ട് പോകും. അപ്പോൾ ക്യൂ ഈക്വൽ ടു ആ 1 മാത്രമേ വരൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ഈക്വൽ ടു
എ ഇൻറ്റു പി സ്ക്വയർ അല്ലേ, എ ഇൻറ്റു -2 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ക്യൂ ദാറ്റ് ഈസ് 1 ദാറ്റ് ഈസ് 4 ഈക്വൽ ടു 4a പ്ലസ് ബി 4a പ്ലസ് ബി. അതിൽ എ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അത് 3 ആണ്. അപ്പോൾ 12 പ്ലസ് ബി, സോ ബി ഈക്വൽ ടു -8. ദാറ്റ് മീൻസ് എഫ് ഈക്വൽ ടു ഇതായിരുന്നു എ പി സ്ക്വയർ പ്ലസ് ബി ക്യൂ ദാറ്റ് ഈസ് 3p സ്ക്വയർ മൈനസ് 8q. ദാറ്റ് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ്. സോ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം ചെയ്ത മെത്തേഡിലും ഇപ്പോൾ ചെയ്ത മെത്തേഡിലും നമുക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതായത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക് ഫംഗ്ഷനെ സിഗ്മ നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ സിമ്പൽ ഉപയോഗിച്ചിട്ട് PQRS ടേം ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. താങ്ക് യു.